കൈത്താക്കാലത്തിൻ്റെ മൂന്നാമത്തെ ഞായറാഴ്ച ലൂക്കാ സുവിശേഷത്തിൽ നിന്നും ഒത്തിരി തവണ വായിച്ചു കേട്ട് വളരെ പരിചിതമായ മർത്തായെയും മറിയത്തെയും കുറിച്ചാണ് ഇന്നേ ദിവസം നമ്മൾ ചിന്തിക്കുന്നതും വിചിന്തനം ചെയ്യുന്നതും. എല്ലാവരും വലിയ തിരക്കിലാണ്, പല കാര്യങ്ങളിലും മുഴുകി തിരക്കിൻ്റെ പിന്നാലെ നമ്മളെല്ലാവരും പായുകയാണ്. ഐ ആം വെരി ബിസി ഡൂയിങ് നത്തിങ്. ചില തിരക്കുകളൊക്കെ ശരിയല്ല എന്ന് മർത്തായുടെ വ്യക്തിത്വത്തിലൂടെ ക്രിസ്തു നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ വചനവിചിന്തനം പോലും ഒരു മാസം മുമ്പേ പറയാൻ അസിസ്റ്റന്റ് ഡയറക്ടർ അച്ഛൻ എന്നെ ഓർമ്മപ്പെടുത്തിയതാണ്. തിരക്കുകൾ അഭിനയിച്ചും തിരക്കിൽപ്പെട്ടും കുറച്ച് വൈകിയാണ് ഈ വചനവിചിന്തനം പോലും ഞാൻ നടത്തുന്നത്. പള്ളിയിൽ പോയി കഴിഞ്ഞാൽ കുർബാന പെട്ടെന്ന് തീരണം, അല്ലെങ്കിൽ ഞാൻ അസ്വസ്ഥനാകും, കാരണം എനിക്ക് തിരക്കാണ്. വണ്ടിയുമായി ഞാൻ വഴിയിലേക്ക് ഇറങ്ങുമ്പോൾ മറ്റൊരു വണ്ടിയും വഴിയിൽ ഉണ്ടാകാൻ പാടില്ല. ട്രാഫിക് സിഗ്നൽ എപ്പോഴും ഗ്രീൻ ലൈറ്റ് ആയിരിക്കണം, കാരണം ഞാൻ തിരക്കാണ്. ഷോപ്പിംഗ് മാളിൽ പോയി കഴിഞ്ഞാൽ സാധനങ്ങൾ എടുത്ത് തിരിച്ച് ബില്ലിംഗ് കൗണ്ടറിൽ വരുമ്പോൾ ആരും അവിടെ ഉണ്ടാകാൻ പാടില്ല, കാരണം ഞാൻ വലിയ തിരക്കിലാണ്. ഇങ്ങനെ പല തിരക്കുകളിലും പെട്ട് ജീവിതം മുന്നോട്ട് പോവുകയാണ്. ഈശോ മർത്തായുടെ വ്യക്തിത്വത്തിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്, ചില തിരക്കുകളൊക്കെ നല്ലതല്ല, നല്ലതിനുമല്ല എന്ന്. തിരക്കിൽപ്പെട്ട് കഴിഞ്ഞ 2 ഞായറാഴ്ച ഞാൻ പള്ളിയിൽ പോയിട്ടില്ല, കാറ്റഗിസം ക്ലാസ്സിലും പോയിട്ടില്ല. ഈ തിരക്കിന് എന്തോ പ്രശ്നമുണ്ട്. പല കാര്യങ്ങളും പറഞ്ഞ് തിരക്ക് അഭിനയിച്ച് കഴിഞ്ഞ 6 മാസമായിട്ട് ഞാൻ കുമ്പസാരിച്ചിട്ടില്ല. ഈ തിരക്കിന് എന്തോ പ്രശ്നമുണ്ട്. പല കാര്യങ്ങളിലും മുഴുകി കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാൻ സന്ധ്യാപ്രാർത്ഥന ചൊല്ലിയിട്ടില്ല. ഈ തിരക്കിനും എന്തോ പ്രശ്നമുണ്ട്. പല കാര്യങ്ങളിലും ഇടപെട്ട് പണ്ടത്തെ പോലെ ഇരുന്ന് എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല, ഹോംവർക്കുകളൊന്നും കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഈ തിരക്കിനും എന്തോ പ്രശ്നമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇടപെടുന്ന, നമ്മളായിരിക്കുന്ന ചില തിരക്കുകളൊക്കെ അതിൽ തന്നെ ശരിയല്ല എന്ന്, ചില തിരക്കുകളൊക്കെ നല്ലതല്ല എന്ന്, നല്ലതിനുമല്ല എന്ന് മർത്തായിലൂടെ ഈശോ നമ്മളെ ഓർമ്മപ്പെടുത്തുമ്പോൾ നമ്മൾ ചിന്തിക്കണം, ചില നല്ല കാര്യങ്ങൾ ഒഴിവാക്കി ഏതെങ്കിലുമൊക്കെ തിരക്കിൻ്റെ പിറകെ ഞാൻ പോകുന്നുണ്ടെങ്കിൽ ആ തിരക്കുകളൊക്കെ മാറ്റിവെച്ച് നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ തയ്യാറാകണമെന്നുള്ളത്. എൻ്റെ അനാവശ്യ തിരക്കുകളൊക്കെ മാറ്റിവെച്ച് നല്ല കാര്യങ്ങൾ, നല്ല ശീലങ്ങൾ പഠിക്കാൻ നമുക്ക് തയ്യാറാകാം. രണ്ടാമതായിട്ട് മറിയത്തിലൂടെ ഈശോ പറയുകയാണ്, മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തു എന്നുള്ളത്. തിരഞ്ഞെടുപ്പ് എല്ലാവരുടെയും ജീവിതത്തിലുള്ളതാണ്. ചില തിരഞ്ഞെടുപ്പുകളൊക്കെ നമ്മുടെ ജീവിതത്തെ ആകപ്പാടെ അങ്ങ് മാറ്റിമറിക്കും. പഴയ നിയമത്തിൽ ആദത്തിനും ഹവ്വായിക്കും പറുദീസ് നഷ്ടപ്പെട്ടത് ചില തിരഞ്ഞെടുപ്പിലൂടെ കടന്നുപോയപ്പോഴാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യൂദാസിന് മുൻപിൽ 2 തിരഞ്ഞെടുപ്പുകൾ വയ്ക്കുകയാണ്. 30 വെള്ളി നാണയങ്ങളും കൂടെ നടന്ന ഗുരുനാഥനായ ക്രിസ്തുവും. തെരഞ്ഞെടുപ്പ് പാളിപ്പോവുകയാണ്. യൂദാസ് തെരഞ്ഞെടുത്തത് 30 വെള്ളി നാണയങ്ങളാണ്. ജനക്കൂട്ടത്തിന് മുൻപിൽ 2 തെരഞ്ഞെടുപ്പുകൾ വയ്ക്കുകയാണ്. ബറാബാസിനെ വേണോ ക്രിസ്തുവിനെ വേണോ എന്നുള്ളത്. ബറാബാസിനു വേണ്ടി ജനക്കൂട്ടം അലമുറയിടുമ്പോൾ നല്ല തെരഞ്ഞെടുപ്പ് അവരിൽ നിന്നും അകന്നു പോവുകയാണ്. പത്രോസിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഈശോയും രക്ഷപ്പെടാനുമുള്ള വഴിയുമായിരുന്നു തെരഞ്ഞെടുപ്പ്. തെരഞ്ഞെടുപ്പിൽ നിന്ന് കുറച്ച് മാറിപ്പോയെങ്കിലും പത്രോസ് അവസാനം ഈശോയെ തന്നെ തിരഞ്ഞെടുക്കുന്നുണ്ട്. ഏറ്റവും അവസാനത്തെ തെരഞ്ഞെടുപ്പാണ് സുന്ദരമായ തെരഞ്ഞെടുപ്പ്. അത് ക്രിസ്തുവിന്റെ കൂടെ കിടന്ന വലത്തുഭാഗത്തെ നല്ല കള്ളൻ്റെതായിരുന്നു. ജീവിതം മുഴുവൻ മോഷ്ടിച്ച് കള്ളനെന്ന പേരും സമ്പാദിച്ച് അവസാനം ക്രിസ്തുവിന്റെ കൂടെയായിരുന്നു പറുദീസയും തെരഞ്ഞെടുത്ത് അവൻ നല്ല കള്ളനായി പറുദീസയിലേക്ക് ഉയർത്തപ്പെടുകയാണ്. ഇനി നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോഴും നമ്മളും തിരഞ്ഞെടുക്കേണ്ട, നല്ല ഭാഗങ്ങൾ സ്വന്തമാക്കേണ്ട ചില സാഹചര്യങ്ങളും ചില ഇടങ്ങളുമൊക്കെയുണ്ട്. സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വന്നു കഴിയുമ്പോൾ ഇരുന്ന് പഠിക്കണമോ മൊബൈൽ ഉപയോഗിക്കണമോ എന്നുള്ളത് എൻ്റെ തിരഞ്ഞെടുപ്പാണ്, എൻ്റെ ചോയ്സാണ്. ക്ലാസ് ഇല്ലാത്ത ദിവസം പള്ളിയിൽ പോകണമോ അതോ മടി പിടിച്ച് കിടന്നുറങ്ങണമോ എന്നുള്ളത് എൻ്റെ ചോയ്സാണ്,
എൻ്റെ തിരഞ്ഞെടുപ്പാണ്. ഞാൻ മൊബൈൽ ഉപയോഗിക്കുമ്പോൾ നല്ലത് കാണണമോ ചീത്തത് കാണണമോ എന്നുള്ളത് എൻ്റെ തിരഞ്ഞെടുപ്പാണ്, എൻ്റെ ചോയ്സാണ്. ഇതുപോലെ ഒത്തിരിയേറെ തിരഞ്ഞെടുക്കാനുള്ള സാഹചര്യങ്ങളും നിമിഷങ്ങളും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ മറിയത്തെ പോലെ നല്ല ഭാഗം തിരഞ്ഞെടുക്കാൻ, നല്ലത് സ്വന്തമാക്കാൻ നമുക്ക് സാധിക്കട്ടെ. തിരഞ്ഞെടുപ്പുകൾ ഒരിക്കലും പാളിപ്പോകാതിരിക്കട്ടെ. ആദത്തിനും ഹവ്വായ്ക്കും സംഭവിച്ചതുപോലെ, യൂദാസിന് സംഭവിച്ചതുപോലെ, നമ്മൾ ഇന്ന് വായിച്ചു കേട്ട മർത്തായിക്ക് സംഭവിച്ചതുപോലെ തിരഞ്ഞെടുപ്പുകൾ ഒരിക്കലും പാളിപ്പോകാതിരിക്കട്ടെ, നഷ്ടപ്പെടാതിരിക്കട്ടെ. പറുദീസ സ്വന്തമാക്കിയതുപോലെ, നല്ല ഭാഗം സ്വന്തമാക്കിയതുപോലെ, നല്ല തിരഞ്ഞെടുപ്പുകളിലൂടെ നല്ല ഭാഗം സ്വന്തമാക്കി നമുക്ക് മുന്നോട്ട് പോകാം. കൈത്താക്കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. കൈത്ത എന്ന വാക്കിന്റെ അർത്ഥം വേനൽക്കാലം എന്നുള്ളതാണ്. വിളവെടുപ്പിന്റെ കാലം, ഫലങ്ങൾ നൽകുന്ന കാലം. ഈ കൈത്താക്കാലത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നല്ല തിരഞ്ഞെടുപ്പുകൾ നടത്തി, നല്ല ഭാഗങ്ങൾ സ്വന്തമാക്കി, ചില അനാവശ്യ തിരക്കുകളൊക്കെ ഒഴിവാക്കി, ചില നല്ല ശീലങ്ങളൊക്കെ സ്വന്തമാക്കി, നല്ല മനുഷ്യരായി, നല്ല ക്രിസ്ത്യാനികളായി, നല്ല കുട്ടികളായി, നല്ല ഫലങ്ങൾ നൽകുന്നവരായി നമുക്ക് മാറാം. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യാം.